തൊപ്പിയുമായിട്ട് എനിക്ക് അവിഹിത ബന്ധത്തെക്കാൾ വലിയൊരു ബന്ധമാണ് ഞാനും അവനും തമ്മിലുള്ളത്. തൊപ്പിയുടെ കൂടെ നിൽക്കുന്ന ഈ ക്യൂട്ട് ചെറുക്കനെ കണ്ട ചബ്ബി ചെറുക്കനെ എനിക്ക് എന്റെ ഹബ്ബിയാക്കാൻ താല്പര്യമുണ്ട്. ആ ചെറുക്കനൊന്നും മുട്ടയെന്ന് വിരിഞ്ഞിട്ട് അവനെ പിടിച്ച് ഹബ്ബിയാക്കിയ പോലെ. നീ എന്റെ പെണ്ണെ ഇന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നാളെ അത് തിരിച്ചറിയും. നാളെ അറിഞ്ഞില്ലെങ്കിൽ മറ്റന്നാൾ അറിയും. മറ്റന്നാൾ അറിഞ്ഞില്ലെങ്കിൽ അതിന്റെ പിറ്റന്നാൾ അറിയും. നാളെയാണ് സുഹൃത്തുക്കളെ കടന്നു വരികയും ഈ കുട്ടികളെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിൽ എപ്പോഴും പറയുന്നത് തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇടമല നോക്കട്ടെ, സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടിലെത്തില്ലെങ്കിൽ നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, കമന്റ് ബോക്സിലേക്ക് വരിക, എന്തെങ്കിലും കമന്റ് ചെയ്യുക, ഒരു ഹാർട്ടോ ഒരു ലൈക്കോ കമന്റ് ആയിട്ട് തരിക. കൂടുതലായി എടുക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വൈറലാകാനായിട്ട് ഒരുപാട് ഷോർട്ട് കട്ടുകളുണ്ട്, ഒരുപാട് സിമ്പിൾ ആയിട്ടുള്ള വഴികളുണ്ട്. അതിലൊരു വഴി എന്ന് പറഞ്ഞാൽ പോപ്പുലറായിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അവരാധിക്കുക, നമ്മൾ ചെയ്യുന്ന പോലെ. എന്നിട്ട് നമുക്ക് റീച്ചിലില്ല. മറ്റൊരു വഴി എന്ന് പറയുന്നത് അനാവശ്യം പറയുക, അസഭ്യം പറയുക എന്നുള്ള വഴി. മറ്റൊരു വഴി എന്ന് പറയുന്നത് സ്ത്രീകളാണെങ്കിൽ എസ്പെഷ്യലി വസ്ത്രത്തിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒരു വ്യക്തിത്വത്വത്തെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത്. ഈ വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ MRC തൊപ്പിയുടെ അവിഹിതമാണ്. അവിഹിത ബന്ധത്തിനെക്കാട്ടിലും വലിയ ബന്ധമുള്ള ഒരാളാണ്. കണ്ടുനോക്കിക്കോ. ഡോക്ടർ ആയിഷ ഷാജഹാൻ. യൂട്യൂബർ തൊപ്പിയുമായിട്ട് എനിക്ക് അവിഹിത ബന്ധത്തെക്കാൾ വലിയൊരു ബന്ധമാണ് ഞാനും അവനും തമ്മിലുള്ളത്. അതായത് ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം നോക്കുവാണെങ്കിൽ അതിന് വലിയ അവിഹിതം ഒന്നും അല്ല. അതായത് അത്രയും വലിയ ഒരു മേജർ ബന്ധം ഞങ്ങളുള്ളത്. അവിഹിതത്തിനെക്കാട്ടിലും വലിയ ബന്ധം. ഈ സാധനം തൊപ്പിക്ക് അറിയാമോ ഇങ്ങനൊരു അവിഹിത ബന്ധമുള്ള ഒരാൾ ഇവിടെ ഉണ്ടെന്നുള്ളത്? ഇനി ഫോട്ടോയിൽ കൂടെ അങ്ങനൊന്നും ചിന്തിക്കാനേ പാടില്ല. ഡേർട്ടി മൈൻഡഡ്. അതായത് അവൻ 20 ലക്ഷം രൂപയുടെ കാർ എടുത്തു കഴിഞ്ഞാൽ ഈ ഐഷ 1 കോടി രൂപയുടെ കാർ എടുത്ത് അവനെ തോപ്പിക്കും. അവൻ ഈ പാടത്ത് പോയി കിടന്ന് തൂറിയാൽ ഈ ഐഷ പറമ്പത്ത് പോയി കിടന്ന് തൂറി അവനെ തോപ്പിക്കും. ഒരുപാട് നിലവാരമുള്ള വീഡിയോ. അതായത് തൊപ്പി ചെയ്യുന്നതിനെക്കാട്ടും വലിയ സാധനങ്ങൾ ചെയ്യണം, അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. ഈ ബന്ധത്തിനെ അവിഹിതത്തിനേക്കാൾ വലിയ ബന്ധം എന്നല്ല പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഈ ബന്ധത്തിന് അസൂയ എന്ന് പറയും. തൊപ്പി ഉണ്ടാക്കുന്നതിനെക്കാട്ടും വലുതായിട്ട് ഞാൻ ഉണ്ടാക്കണം എന്നുള്ള ഒരു അസൂയ. ഈ പുള്ളിക്കാരി 1-2 വീഡിയോ തൊപ്പിയുമായിട്ട് ബന്ധപ്പെട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് MRC മമ്മൂനെ കണ്ടത്. നമ്മുടെ ഇപ്പോഴത്തെ മൊട്ട മമ്മൂനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഈ തൊപ്പിയുടെ കൂടെ നിൽക്കുന്ന ഈ ക്യൂട്ട് ചെറുക്കനെ കണ്ട ചബ്ബിയോ എന്നൊക്കെ പറഞ്ഞിട്ടാ പറയുന്നത്. എന്താണോ എന്തോ ചബ്ബി ചെറുക്കനെ എനിക്ക് എന്റെ ഹബ്ബിയാക്കാൻ താല്പര്യമുണ്ട്. ആ ചെറുക്കനൊന്നും മുട്ടയെന്ന് വിരിഞ്ഞിട്ട് അവനെ പിടിച്ച് ഹബ്ബിയാക്കിയ പോലെ. അപ്പൊ തൊപ്പിയായിട്ടുള്ള അവിഹിതം വിട്ട് മമ്മുവായിട്ടുള്ള പ്രണയബന്ധത്തിലേക്ക് പുള്ളിക്കാരി കടന്നിരിക്കുകയാണ്. ഈ പുള്ളിക്കാരി ഡോക്ടർ ആയിഷ ഷാജഹാൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. പുള്ളിക്കാരി പക്ഷേ ആ ഡോക്ടർ ആയിട്ടില്ല, ഡോക്ടറിന് പ്രിപ്പയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോഴത്തേനും പുള്ളിക്കാരി ഡോക്ടറാണെന്ന് ഇട്ടു. അധികം തള്ളാൻ പുള്ളിക്കാരിയുടെ മുമ്പോട്ടുള്ള യാത്രയിൽ പുള്ളിക്കാരി എന്തോരം ദീർഘവീക്ഷണത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് മനസ്സിലാക്കും. പുള്ളിക്കാരി ഈ ഡോക്ടർ ആവുന്നതിന് മുമ്പേ ഇപ്പൊ എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴേ ഡോക്ടറെന്ന് ഫിക്സ് ചെയ്തു. അത് ഞാൻ കിട്ടും, അത് ഞാൻ പഠിക്കും, അത് ഞാൻ ഡോക്ടർ ആകും എന്നൊക്കെ പുള്ളിക്കാരി ചിന്തിക്കുന്നുണ്ട്. അപ്പൊ നൈസാണ് പുള്ളിക്കാരി. അതിനുശേഷം MRC തൊപ്പിയായിട്ട് പറയുന്ന കാര്യങ്ങൾ MRC മമ്മുമായിട്ട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. ഈ പുള്ളിക്കാരിക്ക് നല്ല കഴിവുണ്ട്, നല്ല രീതിയിൽ പുള്ളിക്കാരി പാട്ട് പാടുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. നിന്റെ മുടി ചുരുണ്ട മുടി, എന്റെ മുടി ചുരുണ്ട മുടി, നമുക്കുണ്ടാവാൻ പോകുന്ന കൊച്ചിന്റെ മുടി ചുരുണ്ട മുടി, ഇതൊക്കെ ആവണ്ടേ നമുക്ക്? എന്നിട്ട് ഇതിനൊക്കെ വെട്ടിക്കളയുന്ന ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് എനിക്ക് പണ്ടേ അറിയുന്ന. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ തൊപ്പിക്ക് നമ്മൾ തമ്മിൽ ഒരുമിക്കുന്നത് തീരെ ഇഷ്ടമല്ല. ഞാനും നീ തമ്മിലുള്ള സിമിലാരിറ്റി എന്ന് പറയുന്നത് ചുരുണ്ട മുടിയാ. ഇപ്പൊ ഞാൻ തമ്മിലുള്ള സിമിലാരിറ്റികളെല്ലാം വെട്ടലാണ് അവന്റെ പരിപാടി. ഇതിനൊക്കെ ഇപ്പൊ ഞാൻ എന്ത് പറയാനാണ്? ഇതിനകത്ത് ഈ റീല് ബാക്കിയുണ്ട്. ആ ബാക്കിയുള്ള റീല് നമ്മുടെ സദസ്സിൽ കാണിക്കാൻ പറ്റാത്ത തരത്തിലുള്ള റീലാണ്. ഈ പുള്ളിക്കാരി ഒരു ബുക്ക് അങ്ങോട്ട് വായിച്ച് പുസ്തകം പഠിക്കുന്നൊരു സാധനമുണ്ട്. അതിനകത്ത് പുള്ളിക്കാരി പഠിക്കാൻ ഓർത്തിരിക്കാൻ പറയുന്ന സാധനങ്ങളും നമ്മുടെ സദസ്സിൽ കാണിക്കാൻ പറ്റാത്ത സാധനങ്ങളാണ്. ഏതായാലും പുള്ളിക്കാരി മമ്മൂന്റെ പുറകെ അത് ഭീകരമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മമ്മൂനെ വിവാഹം കഴിക്കണമെന്നാണ് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് ഒരു സിമ്പിൾ ടെക്നിക്ക് പറഞ്ഞുതരാം, സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം. തൊപ്പിയുടെ ലൈവിൽ വരിക, അല്ലെങ്കിൽ മമ്മൂന്റെ ലൈവിൽ വരിക, ഒരു 100 രൂപ സൂപ്പർ ചാറ്റ് ചെയ്യുക. സൂപ്പർ ചാറ്റ് ചെയ്യുമ്പോഴത്തേനും ഐ ലവ് യു മമ്മു എന്ന് പറഞ്ഞടിക്കുക, അല്ലെങ്കിൽ തൊപ്പിയുടെ ലൈവിൽ വന്നിട്ട് ഐ ലവ് യു മമ്മു എന്ന് പറഞ്ഞടിക്കുക. അപ്പോൾ ഒരു സ്ത്രീയുടെ ഐഡിയിൽ നിന്നും ഇത്തരം ഒരു സാധനം വരുമ്പോഴത്തേനും തൊപ്പിയും മമ്മും കൂടെ നോക്കും. ആ ഐഡി അവർ സെർച്ച് ചെയ്യും, ആ ഐഡി അവർ കാണിക്കും. അങ്ങനെ കുറെ കാര്യങ്ങൾ അവരുടെ സ്ഥിരമായിട്ട് ലൈവ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുക, അവർ നിങ്ങളെ കണ്ടുപിടിക്കും, നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്തൊന്നും അവർ നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി മമ്മൂനോട് യഥാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ, പ്രണയമുണ്ടെങ്കിൽ, മമ്മൂനൊരു നല്ല ജീവിതം കിട്ടും എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ളവർ വേണ്ട ഈ ചെറിയ പിള്ളേർ ഒന്നിക്കാൻ വേണ്ടി സഹായിക്കാൻ. ഈ ഡോക്ടർ ചെറുതാണെന്നൊന്നും അറിയത്തില്ല, നമുക്ക് ബാക്കിയാണ്. MRS തൊപ്പിയിലൂടെ നിൽക്കുന്ന ആ ക്യൂട്ട് ചെറുക്കനുണ്ട്, അവന് വേണ്ടിയിട്ട് ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. നീ എന്റെ പ്രണയം ഇന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നാളെ അത് തിരിച്ചറിയും. നാളെ അറിഞ്ഞില്ലെങ്കിൽ മറ്റന്നാൾ അറിയും.
മറ്റന്നാൾ അറിഞ്ഞില്ലെങ്കിൽ അതിന്റെ പിറ്റന്നാൾ അറിയും. നാളെയാണ് സുഹൃത്തുക്കളെ കടന്നു വരുവീൻ. ഈ കുട്ടിയുടെ പ്രണയം തിരിച്ചറിയാനായിട്ടുള്ള മമ്മൂന്റെ സാധ്യതകളാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. കടന്നു വരൂ. ഈ പുള്ളിക്കാരി ലോട്ടറി വിട്ട് കഴിഞ്ഞാൽ അത് സഹസമായി ഹിറ്റ് ആവുമെന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തൊക്കെയാണോ പുള്ളിക്കാരി പക്ഷെ നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാരിക്ക് ശരിക്കും കഴിവുണ്ട്, ടാലന്റഡ് ആണ് ആള്. കണ്ടാ പുള്ളിക്കാരി നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട്. ഒരുപാട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും. ഐഡി ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. നിങ്ങൾ പറ്റുമെങ്കിൽ ആ പുള്ളിക്കാരി പോയി കാണുക. ഇനി മമ്മുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ബാക്കി കേൾക്കാം. ഇത് ഒരുപാട് സാധനങ്ങളുണ്ടെന്നേ. എനിക്ക് നിന്നോടൊരു കാര്യം പറയണം. എന്താ വെച്ചാല് നോക്ക്, അതായത് എനിക്കിത് പഠിക്കാൻ ഭയങ്കര ഇഷ്ടക്കുറവ് ഗായ്സ്. എനിക്കിത് പഠിക്കാൻ ഭയങ്കര ഇഷ്ടക്കുറവ്. പിന്നെ നിനക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇത് പഠിക്കാട്ട. കാരണം എന്താ വെച്ചാല് എനിക്കിത് കാണുമ്പോൾ ഉറക്കം വരുന്നുണ്ട്. അത് കാണുമ്പോൾ ഉറക്കം വരുന്നു. അപ്പൊ ഇത് അവന് വേണ്ടിയിട്ട് എന്തിനാ പഠിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടി പഠിച്ചപ്പോരെ? അവന് വേണോ നിങ്ങൾ ഡോക്ടർ ആവണമെന്നുള്ളത്? എന്തൊക്കെയാണോ ഇത്? പക്ഷെ നിന്നെ കാണുമ്പോ എനിക്ക് ഉറക്കം വരണില്ല. പക്ഷെ ഇത് കാണുമ്പോ ഉറക്കം വരണം. ഇത് കാണുമ്പോ ഉറക്കം വരണില്ല. ഇത് കാണുമ്പോ ഉറക്കം വരണം. ഇത് കാണുമ്പോ ഉറക്കം വരുന്നു. ഇത് കാണുമ്പോ ഉറക്കം വരുന്നില്ല. ഇത് കാണുമ്പോ ഉറക്കം വരുന്നു. ഈ സമയമില്ല അതിരുന്നിട്ട് പഠിക്കാനും കിട്ട് ചൂരപടിയായിട്ട് വരണം കിട്ട്. പഠിക്കാൻ കിട്ടിരുന്ന് മമ്മൂനെ വായി നോക്കിക്കൊണ്ടിരിക്കാതെ. ആ ചെറുക്കൻ പാവം മുട്ടേന്ന് പോലും വിരിഞ്ഞിട്ടില്ല. മുട്ട അടിച്ചിട്ടേക്കുവാ പാവം ചെറുക്കൻ. പക്ഷെ നിനക്ക് വേണ്ടിട്ട് മാത്രം ഞാൻ പഠിക്കാം. ഞാൻ ഈ മെന്റേജിങ് ഡിസോർഡർ ഒക്കെ പഠിക്കുന്നത്. മെന്റേജിങ് ഡിസോർഡറോ? അതെന്ത് സാധനം? ഡിസോർഡർ മനസ്സിലായി. ആ ഡിസോർഡർ ആർക്കാന്ന് എനിക്ക് മനസ്സിലായി. ഈ മെന്റേജോ അതെന്തോന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മൾ ഡോക്ടർ അല്ലല്ലോ, ഞാൻ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. നിനക്ക് വേണ്ടിട്ട് മാത്രം. ഇനി നിനക്ക് ഇത് വല്ല ഉണ്ടോന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ നിനക്ക് വേണ്ടിട്ട് മാത്രം ഞാൻ പഠിക്കാണ് ബേബി. കണ്ടിട്ട് കണ്ട പെമ്പിളാരൊക്കെ കാണിക്കാൻ ഡ്രസ് ഇല്ലാണ്ടിരിക്കുന്നത്. അപ്പോ പുള്ളിക്കാരന് ഈ ഡിസോർഡർ ഉണ്ടോന്നോ മെന്റാഞ്ചോ ഉണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി ഇതൊക്കെ പഠിക്കുന്നത്. അതുകൊണ്ടാണ് മമ്മൂന് വേണ്ടിയിട്ട് ഇതാക്കുന്നതെന്ന് പറയുന്നത്. നമ്മൾ ബോധവും വിവരവും ഉള്ള ഒരു ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി ചികിത്സിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് അറിയാൻ പറ്റും. പ്രിയ സുഹൃത്തെ, താങ്കൾ പഠിച്ച് ഡോക്ടറായി പരിശോധിക്കണമെന്നില്ല എന്ന് മനസ്സിലാക്കുക. ബാക്കി കേൾക്കാം. എനിക്കെന്റെ ഭാവേനെ എത്ര ഇഷ്ടമാണെന്നറിയോ? ഒരുപാട് ഇഷ്ടമാണ്. ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിങ്ങനെ പറയണമെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. പറയണ്ട, സോ സിമ്പിൾ. നിങ്ങൾ ഡയറക്റ്റ് മമ്മൂന്റെ ലൈവിൽ പോയിട്ട് വിളമ്പൂ. മമ്മൂന്റെ ലൈവിൽ ഇന്ന് വരെ ഈ കുട്ടീനെ ഞാൻ കണ്ടിട്ടില്ല. മമ്മൂന്റെ തൊപ്പിയുടെ ലൈവ് കാണുമ്പോഴത്തേനും അതിനകത്ത് സൂപ്പർ സ്റ്റാറ്റ് ചെയ്യുന്ന നമ്മൾ മുമ്പ് പറഞ്ഞ ടെക്നിക്കില്ലേ, എല്ലാവരും ഐ ലവ് യു പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂൻ തൊപ്പി അപ്പോഴേ അവരുടെ ഐഡിയ എടുത്ത് സെർച്ചിന് പോകും. പെൺകുട്ടിയാണെ മമ്മു അപ്പോഴേ ഒക്കെ തന്ന് സ്നേഹിക്കും. അങ്ങനെ ചെയ്യൂ നിങ്ങൾ. ഇവിടെ ഇത് റീച്ചിന് വേണ്ടിയല്ല. ഇത് പറ. നന്നായിട്ട് പാടുന്നുണ്ടല്ലേ. ഞാൻ ആദ്യം ഈ ട്യൂണൊക്കെ കേട്ടപ്പോൾ വിചാരിച്ചു മറ്റേ പാട്ടെന്ന് ടൈറ്റാനിക്കിലെ അതല്ല, വേറെ പാട്ടാ. പക്ഷെ പുള്ളിക്കാരി നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ. ആ പാട്ടിനകത്ത് പുള്ളിക്കാരിക്ക് വളരെ നല്ലൊരു സ്കില്ലുണ്ട്. അത് നല്ല സാധനമാണ്. ഈ പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരി ഇത് വൈറലാകാൻ വേണ്ടി ചെയ്യുന്നതല്ല. പുള്ളിക്കാരിക്ക് മമ്മൂനോട് യാഥാർത്ഥ്യമായ സ്നേഹമാണ്. തൊപ്പിയോട് അവിഹിതത്തിനേക്കാൾ വലിയൊരു ബന്ധമാണ്. അല്ലാതെ വൈറലാകാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളിലൊന്നല്ല അല്ല എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അതിനുശേഷം പുള്ളിക്കാരി ഇന്നിട്ടൊരു സാധനം ഞാൻ കാണിച്ചു തരാം. എനിക്കൊരു യൂട്യൂബർ ആവണം, സ്ട്രീമർ ആവണം, ലൈവ് സ്ട്രീമർ ആവണം, ഇൻസ്റ്റാഗ്രാമർ ആവണം, കൺക്രീറ്റ് ആണ്. അതൊക്കെ എൻ്റെ ആഗ്രഹം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ കറന്റ് ഐ ഡോണ്ട് ഹാവ് എ പ്ലാൻ ഫോർ ദാറ്റ്. എനിക്ക് കോളേജിൽ കയറിയിട്ട് മാത്രമേ ഇതൊക്കെ ചെയ്യാനൊരു പ്ലാൻ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് കുറേ ആളുകൾ വന്നിട്ട് പറയാനുണ്ട് വൈറലാവാൻ വേണ്ടിയിട്ടാണ്. ടു ബി ഓണസ്റ്റ്, ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടല്ല. പിന്നെ എൻ്റെ വീഡിയോസ് ഒക്കെ കയറി വൈറലാവുന്നതേ ഉള്ളൂ. കാരണം ഇപ്പൊ ചെയ്യുന്നത് വൈറലാകാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. മമ്മൂനോട് പ്രണയമാണ്, തൊപ്പിയോട് അഭിഹിതത്തിനേക്കാൾ വലിയ ബന്ധമാണ്, തൊപ്പിയെ ഷിറ്റ് ഇട്ട് തോപ്പിക്കും. ഇതൊന്നും വൈറലാകാൻ വേണ്ടി ചെയ്യുന്നതല്ല. ചുമ്മാ ഞാൻ വെറുതെ ഒരു രസത്തിന് ചെയ്യുന്നതാണ്. വൈറലാകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിൽ എല്ലാവരും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും തെറ്റല്ല. അതിന് നിങ്ങൾ എടുത്ത സ്ട്രാറ്റജിയും ഞാൻ തെറ്റ് പറയുന്നില്ല. പക്ഷേ ഞാൻ കക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കക്കാൻ നിൽക്കരുത്. എല്ലാവരും റീച്ചിനും വൈറലാകാൻ വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മില്യൺസ് വ്യൂ പോകുന്നുണ്ട്, അതിനെ തൊപ്പി അവരാധിച്ച് കഴിഞ്ഞാൽ അത് പോകും. എനിക്ക് പോകുന്നുണ്ട്, ഞാനും തൊപ്പി അവരാധിക്കാറുണ്ട്. ബാക്കി പറയും. ഞാൻ അങ്ങനെയൊക്കെ പലതും പറയുമ്പോൾ ആയിടൊന്നും അതങ്ങ് കയറിട്ട് വൈറലാവുന്ന താഴെ. സോ ഞാൻ കോളേജിൽ കയറുന്നത് വരെ ഏതൊക്കെ വീഡിയോസ് ഇടുന്നു അതൊക്കെ ഞാൻ എൻ്റെ മെന്റൽ ഹെൽത്ത് നേരെയാക്കാൻ വേണ്ടിയിട്ട്, അതായത് എനിക്കിങ്ങനെ മെന്റൽ ഹെൽത്ത് നേരെയാക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിലും യൂട്യൂബിലില്ല കേട്ടോ. മെന്റൽ ഹെൽത്ത് നേരെയാക്കാനായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എൻ്റെ ഇത്രയും നാളത്തെ യൂട്യൂബ് കരിയറിൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. പറച്ചിലാട്ടോ തോന്നി ഞാൻ യൂട്യൂബിൽ അങ്ങ് മറിക്ക് വരുന്നത്. എന്തായാലും ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മെന്റൽ സ്റ്റെബിലിറ്റി നേരെയാക്കണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്ത് അതിട്ടല്ല. ആളുകളായിട്ട് മിണ്ടുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തമാശ പറയുമ്പോൾ ഐ ഫീൽ എനിക്കൊരു ഇൻസ്റ്റന്റ് ഹാപ്പിനെസ് വരും. അപ്പൊ അത് തമാശയാണ് പുള്ളിക്കാരി പറഞ്ഞത്. ഇപ്പൊ ഓക്കെ, ഇപ്പൊ നമ്മൾ സമ്മതിച്ച്. ബാക്കി പറ.
വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ എനിക്കൊരു ഡെഫിനറ്റ്ലി ഐ വോണ്ട് ടു ബിക്കം എ സ്ട്രീമർ. ഞാൻ അങ്ങനെ ആവണ്ടെന്ന് പറയുന്നില്ല. എൻ്റെ ആഗ്രഹം തന്നെയാണ് ഐ വോണ്ട് ടു ബിക്കം ദ ബെസ്റ്റ് സ്ട്രീമർ ഇൻ കേരള. അതൊക്കെ എൻ്റെ ആഗ്രഹം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ കറന്റ് ഞാൻ ചെയ്യുന്ന വീഡിയോസ് എനിക്കിപ്പോൾ തന്നെ വീട്ടിൽ ചെയ്തിട്ട് നല്ല ഡിപ്രഷനിൽ അടിച്ചു കയറുന്നുണ്ട്. എനിക്കൊരു സാഡ്നെസ് ഒന്നുമില്ല. പക്ഷേ പുള്ളിക്കാരിക്ക് കേരളത്തിലെ നമ്പർ 1 സ്ട്രീമർ ആണോ എന്നാണ് ചിന്തിക്കുന്നത്. വളരെ നല്ല കാര്യമാണ്. ഒരു ഒരു ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥാനത്തിലേക്ക് എത്തട്ടെ. പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരി ഇപ്പോൾ റീച്ചിന് വേണ്ടിയിട്ടോ വൈറലാകാൻ വേണ്ടിയിട്ടോ അല്ല വീഡിയോ ചെയ്യുന്നതാണ്. നിങ്ങൾ ഓഡിയൻസ് എന്താണ് ചെയ്യുന്നത്? റീച്ചിന് വേണ്ടിയിട്ടോ വൈറലാകാൻ വേണ്ടിയിട്ടോ അല്ല ചെയ്യുന്നതെന്ന് പറയുന്ന ആൾക്ക് ഭയങ്കര റീച്ചും കൊടുക്കുന്നു, ഭയങ്കര വൈറലും കൊടുക്കുന്നു, ഭയങ്കര വ്യൂവേഴ്സും വരുന്നു. റീച്ചിന് വേണ്ടിയിട്ടും വൈറലാകാനും വേണ്ടിയിട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ ഒരു തേങ്ങാക്കൊലയും ഇല്ല. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും വീഡിയോ ചെയ്യുന്നത് വൈറലാകാനാണ്, റീച്ചിന് വേണ്ടിയിട്ടാണ്. ഈ പുള്ളിക്കാരും ചെയ്യുന്നത് അതിന് വേണ്ടി തന്നെയാണ്. ഈ തൊപ്പി മമ്മു ഒന്നും ഇങ്ങനെയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവർ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. ആയതിനാൽ അവരിട്ട് വരാതിരിക്കുന്നു എന്ന് മാത്രം. ഇനി ശരിക്കുള്ള പ്രണയമാണെങ്കിൽ ഇവരുടെ പ്രണയം എത്രയും പെട്ടെന്ന് പൂവണിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ പുള്ളിക്കാരി കേരളത്തിലെ നമ്പർ 1 ലൈവ് സ്ട്രീമറായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. തൊപ്പിയെ നിങ്ങൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഷിറ്റിട്ട് എത്രയും പെട്ടെന്ന് തോപ്പിക്കുക. മറ്റൊരു ആയിട്ട് കാണുന്നത്. ബൈ.